Hi everyone, welcome to Design Heights Tooth Stoller. സ്റ്റുഡിയോ പോലൊരു സെറ്റപ്പിലിരുന്ന് ഇങ്ങനെ പറയാനുള്ള ഒരു സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ടും ഒരുപാട് സമയം ഡ്രൈവിൽ പോകുന്നത് കൊണ്ടും ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കാമെന്ന്. ഇതെൻ്റെ ഫസ്റ്റ് ടേക്കാണ്. ഐ ഡോണ്ട് നോ എത്ര വോയിസ് ക്യാപ്ചർ ആവുന്നുണ്ട് എന്ന്, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് സംസാരിക്കാമെന്ന്. ബിക്കോസ് എനിവേ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തോട്ട്സ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു വൈ നമുക്ക് ആ സംസാരിക്കുന്ന സാധനം ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചെങ്കിൽ എനിക്കും അതൊരു ഡോക്യുമെൻറ്റേഷൻ ആവും. അതുപോലെ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സെയിം പാത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കോ ഒരു ബെറ്റർ തിങ്കിങ് കാറ്റലിസ്റ്റും ആവും, അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് കമൻസ് വഴി എനിക്ക് കാണാനും പറ്റും. സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഡിസൈൻ, ഞാൻ എപ്പോഴും പറയുന്നൊരു സാധനമാണ്, ഡിസൈൻ മാത്സോ സയൻസോ പോലെ അവിടെ ഉള്ള സാധനമല്ല. അതായത് 1+1 എപ്പോഴും 2 ആണ്. പക്ഷെ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഡിസൈൻ എപ്പോഴും ഡിപ്പെൻഡിങ് അപ്പോൺ പേഴ്സൺ, ജോഗ്രഫി, ദെയർ ഹിസ്റ്ററി, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. സോ ദിസ് ഡിഫർ ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ആൾക്കാരനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. ആൻഡ് സിൻസ് ഇതൊരു ലോങ് കണ്ടൻ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റ ടോപ്പിക്കിൽ തന്നെ ആയിരിക്കില്ല, റിലേറ്റായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ പറയാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നലെ കോഴിക്കോടായിരുന്നു, ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 3 മണിക്ക് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 6:50 അതാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കര ഉറക്കക്ഷീണത്തിലിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ കോഴിക്കോട് ഹാക്കയുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു നബുവായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ സംസാരിച്ചൊരു മേജർ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ഡിസൈനേഴ്സാണ്. അപ്പോൾ അത് എനിക്ക് ഐ ഹിയർ ദം, ബിക്കോസ് ഡിസൈനർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടുണ്ടായിട്ടില്ല. എനിക്കൊരു കോളേജ് കാലഘട്ടത്തിലായിരിക്കണം അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടുണ്ടാവുക. ബിക്കോസ് അത് കഴിഞ്ഞപ്പോഴേക്കും ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അതിലേക്ക് വരാം. അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ഡിസൈനേഴ്സ്, മോസ്റ്റ് ഓഫ് ദ ഫ്രസ്ട്രേറ്റഡ് ഡിസൈനേഴ്സിൻ്റെ ഫ്രസ്ട്രേഷൻ്റെ വൺ ഓഫ് ദ റീസൺ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർ കേൾക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ലീഡർഷിപ്പോ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സോ ഡിസിഷൻ മേക്കേഴ്സൊന്നും അവർ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഫ്രസ്ട്രേഷൻ ഡിസൈനേഴ്സിൻ്റെ. ഡിസൈനേഴ്സ് കേൾക്കാൻ ബാധ്യസ്ഥരാണ് ആക്ച്വലി, അല്ലാതെ ഡിസൈനേഴ്സ് പറയുന്നത് അവരല്ല കേൾക്കേണ്ടത്, കാര്യം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനിപ്പോൾ അടുത്ത് നിഖിൽ കമത്തല്ല, കുനാൽ ഷായുടെ ഒരു പോഡ്കാസ്റ്റിൽ കണ്ടിരുന്നു. പുള്ളിയുടെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പറയുന്നത് ചൈൽഡ്ഹുഡിൽ സ്ട്രിക്റ്റ് പാരൻസ് ഉള്ള ആൾക്കാരെ ഇവഞ്ച്വലി ഗുഡ് അറ്റ് സെയിൽസ് ആവുന്നു. ബിക്കോസ് അവർക്ക് മനസ്സിലാവും ഒരു കാര്യം നടക്കണമെങ്കിൽ ഐ ഹാവ് ടു സെൽ മൈ റീസൺ, ആൻഡ് ഇഫ് പാരൻസ് സ്ട്രിക്റ്റ് ആണെങ്കിൽ ആ റീസൺ ഞാൻ അടിപൊളിയായിട്ട് സെല്ല് ചെയ്യും, ആൻഡ് അല്ലെങ്കിൽ ഞാൻ റിബലായിരിക്കും. അപ്പോൾ അങ്ങനെ സെയിൽസിൽ ഗുഡായിട്ടുള്ള ആൾക്കാർ അവർക്ക് വേണ്ട കാര്യം കിട്ടണമെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ സെയിൽസ് സ്കിൽസ് ഉണ്ടായിരുന്നിരിക്കണമെന്ന് പുള്ളി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മിക്ക ഡിസൈനേഴ്സും ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എക്സ്പ്രഷനാണ്. ഈ എക്സ്പ്രഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് എക്സ്പ്രസ് ചെയ്യണം. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, അത് എൻ്റെ പൊളിറ്റിക്സും എൻ്റെ ഫിലോസഫി, എൻ്റെ തോട്ട്സ്, എൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മൊമെൻറ്റിൽ
ഞാൻ എന്നെക്കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കണം. നമ്മൾ എത്ര ഈഗോയിസ്റ്റിക്, എത്ര സെൽഫിഷ് ആയിട്ടുള്ള ആളാണെങ്കിലും ഡിസൈൻ ചെയ്യുന്ന മൊമെൻറ്റിൽ, പിന്നെ നമ്മൾ ഡിസൈനിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ യൂസറിനെ അഥവാ കസ്റ്റമറിനെ കുറിച്ചും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കണം. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഒരു വീഗനാണെന്ന് വിചാരിക്കാം. വീഗനായ ഡിസൈനറാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു ഇറച്ചി വെട്ട് കടയുടെ ഒരു പ്രൊഡക്ട്സാണ്, അല്ലെങ്കിൽ ലോഗോ ആണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ്സാണ്, എന്തോ ആവാം. അപ്പം നൗ ബീയിങ് എ വീഗൻ ഞാൻ പറയാണ് അയ്യോ നിങ്ങൾ ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുത് എന്ന് പറയാനും പറ്റില്ല, യൂസ് ചെയ്യണം എന്ന് പറയാനും പറ്റില്ല. അപ്പം നമ്മുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടാവും? ഈ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കാനുള്ള ആത്മാർത്ഥത. നമ്മൾ ആ ക്രിയേറ്റീവ്സിൻ്റെ വിഷ്വൽ എസ്തെറ്റിക് ബ്യൂട്ടിയും അതുപോലെ വിഷ്വൽ ബാലൻസൊക്കെ കറക്റ്റാക്കിയിട്ടൊരു വിഷ്വൽ ക്രിയേറ്റീവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ബിസിനസ് ഹാപ്പി ആവില്ല. നമുക്ക് പൈസ തരുന്ന, അതായത് നമ്മളെ ഹയർ ചെയ്തിട്ടുള്ള ബിസിനസ്മാൻ ഹാപ്പി ആവില്ല. വൈ? ബിക്കോസ് പുള്ളിക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് അറിയേണ്ടത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആ ഡിസൈൻ എത്ര സെയിൽസ് കൂട്ടി, എത്ര ഇൻകം ജനറേറ്റ് ചെയ്തു എന്നുള്ളതായിരിക്കും. അല്ലാതെ അത് പച്ച കളറാണോ മഞ്ഞ കളറാണോ എന്നൊക്കെ നമ്മുടെ മാത്രം കാര്യമാണ്. അതൊന്നും മിക്കവാറും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ബോദർ ചെയ്യാറ് പോലും ഇല്ല. അവർ ചിലപ്പോൾ പറയുമായിരിക്കും എനിക്ക് മഞ്ഞ തീം കിട്ടിയാൽ കൊള്ളാം എന്ന്. ബട്ട് ഇഫ് വി ആർ പ്രൂവിങ് ദം ദാറ്റ് ചുവപ്പ് തീമിൽ ചെയ്യുന്നതാണ് നിങ്ങളുടെ സെയിൽസിന് കൂടുതൽ, അതിൻ്റെ റീസൺ ഇതാണ്, കാരണം നമ്മൾ വെക്കാൻ പോകുന്ന ഫ്ലെക്സ് അല്ലെങ്കിൽ വെക്കാൻ പോകുന്ന ക്രിയേറ്റീവ് പ്ലേസ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഓൾറെഡി മഞ്ഞ കളറിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു കൺവിൻസ് ആൻഡ് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി കിട്ടും. അല്ലെങ്കിൽ ആ ഫ്രീഡം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമുക്ക് തരും. അപ്പോൾ ഈ ഡിസൈനേഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് ഞാൻ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഭയങ്കര സംഭവമായിട്ടുള്ള ആളാണ്, അപ്പം എൻ്റെ തോട്ട് ഞാൻ പറയുമ്പോൾ അതിനെ ക്രോസ് ചെയ്യാൻ ഇവൻ ആരടാ എന്നുള്ള ചിന്ത നമുക്കുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഐട്രേഷനാണ്. ഐട്രേഷൻ വരുന്നതാണ് രണ്ടാമത്തെ ഫ്രസ്ട്രേഷൻ. അപ്പോൾ ഈ ഐട്രേഷനുകളിലും 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, വി ഷുഡ് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് അവർ വർക്കിംഗ് സ്റ്റൈൽ. നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇഫ് 2 ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒരു പണി 1 ദിവസം കൊണ്ട് ചെയ്യാനാ പറഞ്ഞതെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ മുൻകൂട്ടി ഡോക്യുമെൻ്റ് ചെയ്യാൻ, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ നീ ചെയ്ത് ശരിയാവും എന്നൊക്കെ പറയും. അപ്പോൾ ജസ്റ്റ് പറയാതെ മുൻകൂട്ടി ഡോക്യുമെൻ്റ് ചെയ്ത് പ്രൂഫാക്കി വെക്കണം. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ, അപ്പോൾ ഈ ക്വാളിറ്റിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയെന്ന് നമ്മൾ പറഞ്ഞു വെക്കാൻ പറ്റണം. ഇനി ഈ ക്വാളിറ്റി കളയാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ആ വർക്ക് നമ്മൾ ഈ ക്വാളിറ്റി കളഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നും പറയണം. ഇതിനൊക്കെ മുന്നേ നിങ്ങൾ ഫ്രീലാൻസാണ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് ഐട്രേഷൻസിൻ്റെ സൈക്കിളും അതുപോലെ എപ്പോൾ എങ്ങനെ എന്നൊക്കെ നമ്മൾ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കണം. അതായത് ഇപ്പോൾ എനിക്കൊരു ചേഞ്ച് നിങ്ങൾ ഫീഡ്ബാക്ക് തന്നാൽ അത് ചെയ്ത് തിരിച്ചു തരാൻ ഇത്ര ദിവസം വേണം, ഇത്ര ചേഞ്ച് തന്നാൽ ഇത്ര ദിവസം കൊണ്ടാണ് ചെയ്യുക എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി കരാറ് പോലെ വെക്കണം. അല്ലെങ്കിൽ അവർ വരുമ്പോഴൊക്കെ മാറ്റും. നമ്മൾ എഫേർട്ട്ലെസ്ലി മാറ്റുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും അവരുടെ ചിന്തയായിരിക്കും. എല്ലാ ചേഞ്ചും നമ്മൾ സ്വീകരിക്കണമെന്നോ സ്വീകരിക്കേണ്ടെന്നോ അല്ല പറയുന്നത്. നമുക്കും അവർക്കും കൺവിൻസിങ് ആവുന്ന ചേഞ്ചസ് മാത്രമേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഡിസൈനർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിസൈനർ മാത്രമാവരുത്, കൺസൾട്ടൻറ്റും കൂടി ആവണം. അതായത് അവരൊരു ചേഞ്ച് പറയുമ്പോൾ ആ ചേഞ്ച്
അവിടെ ആവശ്യമാണെങ്കിൽ നമ്മളത് എടുക്കണം. ഇഫ് അതവിടെ ഒരു ഉപയോഗം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇടാൻ പോകുന്ന എഫേർട്ടും അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാന്ന് നമുക്ക് കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാനും കൂടി അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു ഡ്രാഫ്റ്റ്മാൻ മാത്രമായി തീരും. അതായത് നമുക്ക് ഒരാൾ ഓർഡർ തരിക, അയാളുടെ അണ്ടറിൽ അയാൾ പറയുന്നതൊക്കെ കേൾക്കുന്ന ആളാവണം. അല്ല, അവരേക്കാൾ എക്സ്പെർട്ടൈസ് നമുക്ക് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ പറയുന്നത് അവർ കേൾക്കാനും അവർ കൺവിൻസ്ഡ് ആവാനും റെഡിയാവും. ഇഫ് നമുക്ക് കൺവിൻസ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കണം. ബിക്കോസ് അവർ കൺവിൻസ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ വാശി പിടിക്കൊന്നുമില്ല. മോസ്റ്റ് ഓഫ് ദ ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ കിടിലം. അവർക്കറിയാം വാട്ട് ദേ നീഡ്. അവർക്ക് ടാർഗറ്റ് ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ പോർട്ട്ഫോളിയോ ബെറ്റർ ആക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അവരുടെ ഗോള് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കൺവിൻസ് ചെയ്യാനും കൺസൾട്ട് ചെയ്യാനുമുള്ള സ്കില്ല്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്റ്റോറി ടെല് ചെയ്യാനുള്ള സ്കില്ലും വേണം. അതില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കും. ആരും നമ്മളോട് സാരില്ലടാ അയാൾക്ക് വിവരില്ലേട്ടാന്നൊന്നും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ എന്തിനാ ഡിസൈൻ? വിഷ്വലി ബ്യൂട്ടിക്കലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ. പ്രൊഡക്റ്റിനൊരു ഗോളും വിഷനും ഉണ്ടായിരിക്കും. അത് നമുക്കായിട്ട് തന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു ടാർഗറ്റും അവരുടേതായിട്ടുള്ളൊരു ഗോളും ഉണ്ടായിരിക്കും. അത് അച്ചീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ബേസിക്കലി ഡിസൈനറുടെ കടമ. അല്ലാതെ 3 വർക്ക് ഞാൻ നീല കളറിൽ ചെയ്തു, ഇനി ഒരെണ്ണം മഞ്ഞ കളറിൽ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം 3 ചെയ്തത് ഞാൻ കോർണർ റേഡിയസ് ഷാർപ്പനാക്കിയിട്ടാണ്, ഇനി 2 കുറച്ച് സ്മൂത്ത് ആൻഡ് കോർണർ റേഡിയസ് വെച്ച് ചെയ്യാം. ഇതായിരിക്കരുത് നമ്മുടെ മൈൻഡ് സെറ്റ്. ആൻഡ് ഇഫ് ചില സമയത്ത് നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കൊക്കെ മിക്കവാറും വെസ്റ്റേൺ ആണ്. വെസ്റ്റേൺ ടെക്സ്റ്റ് ബുക്കിൽ മിനിമലിസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം മിനിമലിസം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റോ മാർക്കറ്റിൽ വർക്കാവാറില്ല. അതുകൊണ്ടാണ് ബിസിനസ് എപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമോ അല്ലെങ്കിൽ സെയിൽസ് ടീമോ ഫങ്ഷണൽ ടീമോ ഒക്കെ നമ്മുടെ അടുത്ത് പറയുന്നത് അത് അവിടെ അങ്ങനെ വെക്കും, ഇവിടെ ഇങ്ങനെ വെക്കും എന്നൊക്കെ. ബിക്കോസ് അവർക്കതിൻ്റെ പ്രൂഫ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെച്ചാൽ സെയിൽസ് കൂടാനോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ കസ്റ്റമറിന് ക്ലാരിറ്റി കൂടാനോ ഒക്കെ. ഓഫ് കോഴ്സ് അവർ പറഞ്ഞത് ബ്ലൈൻഡായിട്ട് നമ്മൾ കേൾക്കരുത്. നമ്മുടേതായിട്ടുള്ള ഫീഡ്ബാക്കുകളും ടെസ്റ്റുകളും നമ്മളെടുത്തിട്ട് വേണം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ആർട്ടിസ്റ്റ് ഡിസൈനർ ആവുമ്പോഴാണ് ഞാൻ കണ്ടെടുത്തോളം മിക്കവാറും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത്. ചേഞ്ചസ് ഇടയ്ക്കിടയ്ക്ക് വരിക, ഇതൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ചേഞ്ച് വരാൻ എത്ര സമയമെടുക്കുമെന്നും അതിൽ കുറവ് ചേഞ്ചിൽ വന്നാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മിക്കവാറും സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയും ഓണോ എന്നാൽ വേണ്ടാന്ന്. ബിക്കോസ് എല്ലാവരും വർക്കിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ ഭയങ്കര പൊട്ടത്തരായിട്ടാണ്. അതായത് 3 മണിക്കൂർ കൊണ്ട് തീരുന്ന വർക്കാണെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് ഏക്കും ആൾ ഭയങ്കര കിടിലാണെന്ന് കാണിക്കാൻ. പക്ഷെ 3 മണിക്കൂർ കൊണ്ട് തീരുന്ന വർക്കാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് അത് ഏക്കാൻ പാടും. ബിക്കോസ് 1 hour നമ്മൾ എപ്പോഴും ക്വാളിറ്റി ചെക്കിന് വെക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 20% ടൈം നമ്മൾ ക്വാളിറ്റി ചെക്കിന് വെക്കണം, മിനിമം 20%. എന്നാലേ ക്വാളിറ്റി ചെക്ക് പാസ്സായില്ലെങ്കിലും ആ ചേഞ്ചിനുള്ള ടൈം നമുക്ക് കിട്ടും. അല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ രാത്രി ഇരുന്ന് പുകയേണ്ടി വരുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്ട്രെസ്ഡ് സിറ്റുവേഷനിൽ എടുക്കുന്ന സ്ട്രാറ്റജിക് ഡിസിഷൻസ് പൊട്ടത്തരാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ അത്രയും സ്ട്രെസ്സായിട്ട് നമ്മളെ ഹോർമോൺസൊക്കെ ഒരു നല്ല പൊസിഷനിലുള്ള സമയത്തായിരിക്കില്ല നമ്മൾ ആ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാവേണ്ടത് ക്വാളിറ്റി ചെക്കുകളും ഡ്രാഫ്റ്റ് മാൻ ലെസ് കോഗ്നിറ്റീവ് ലോഡുള്ള വർക്കുകളും ആയിരിക്കണം. ഇതൊക്കെ ഡിസൈനേഴ്സിൻ്റെ ഫ്രസ്ട്രേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ അതാണത്. അപ്പം ഞാനിങ്ങനെ ഇതെനിക്ക് തോന്നിയ കാര്യങ്ങളാട്ടോ. ഇനി നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന റീസൺ എന്താണ്, നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്താണ്, അത് കുറയ്ക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും അതുപോലെ ഞാൻ മെൻറ്റർ ചെയ്യുന്ന ഡിസൈനേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ മനസ്സിലാക്കിയ ഫ്രസ്ട്രേഷൻസാണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. അപ്പോൾ